ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ചിലതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും പറയാം കേട്ടോ. ഇപ്പോൾ സിങ്കോണിയൻ പ്ലാന്റ്സ് ഒക്കെ നാടനും ഹൈബ്രിഡും ഉണ്ട്. നാടൻ പ്ലാന്റ്സ് ഇത് നാടനാണ്. ഇത് നമുക്ക് സീഡിട്ട് വീണ്ടും മുളപ്പിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്ന സെയിം സൈസിലെ പ്ലാന്റ്സ് ആണ്. അടുത്തതായിട്ട് നമ്മുടെ ഒരു ഓറഞ്ച് ബിഗോണിയാണ്. ഓറഞ്ച് ബിഗോണിയയിൽ ലീഫിൽ ഡോട്ട് വരുന്നതാണ്. ഓറഞ്ച് ബിഗോണിയ റെയർ കളക്ഷനിൽ വരുന്നതാണ്. സാധാരണ നോർമലി പിങ്ക് അല്ലെങ്കിൽ റെഡ് ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വൈറ്റും ഓറഞ്ചും എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട്. ഇത് നമ്മുടെ സാൻസേവരിയ പൂത്തതാണ് കേട്ടോ. എന്ത് രസമാണ് നോക്കിയൊക്കെ. എനിക്കറിയില്ലായിരുന്നു ഇൻഡോർ വെക്കുന്ന സാൻസേവരിയയിൽ പൂവുണ്ടാവുമെന്ന്. അപ്പോൾ ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇത് സാൻസേവരിയുടെ പൂവ്. അപ്പോൾ ലീഫിൻ്റെ ഭംഗി മാത്രമല്ല, നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റുമായിട്ടും നമുക്ക് സാൻസേവരിയ ഈ വെരിഗേറ്റിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. കുലകുലിയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. ഒരു തരം പിച്ചി പൂക്കൾ പോലെ നീണ്ടു നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ഡെയ്സി പ്ലാന്റ് മൾട്ടിപെറ്റലാണ്. നിറയെ കുല കുത്തി പൂവുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ 3 കളർ ഷെയ്ഡാണ് ഇപ്പോൾ സ്റ്റോക്കുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ബില്ലിടാതെ ഇരിപ്പുണ്ടെങ്കിൽ ഇത് അടുത്ത സ്റ്റോക്കിൽ വരുമ്പോൾ തരുന്നതാണ്. കുറച്ച് സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ കൂടി ഡിമാൻഡ് ചെയ്തിരുന്നാൽ സ്റ്റോക്ക് എത്തുമ്പോൾ തന്നെ തരുന്നതാണ്. നമ്മുടെ ഡ്രസീനയുടെ ഗ്രീൻ കളറാണ്. നല്ല ഭംഗിയുള്ളൊരു ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റാണ്. അപ്പോൾ ഡ്രസീനയുടെ എല്ലാ വെറൈറ്റിയും ഒരുമിച്ച് കാണിക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നും എടുത്ത് കാണിക്കാം. ഇത്രയും വെറൈറ്റീസാണ് ഇപ്പോൾ സെയിലിനുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബിഗോണിയയുടെ റെക്സ് ബിഗോണിയ ടൈപ്പാണ്. എന്തൊക്കെ പേരുണ്ട്. ഇത്രയും കാണുന്ന ഈ വലിയ സൈസുള്ള പ്ലാന്റ്സാണ് 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. ലീഫ് വെച്ചിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഭയങ്കര റേറ്റിന് പൊയ്ക്കൊണ്ടിരുന്ന ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ ബിഗോണിയ ക്യാൻഡി ബ്ലാക്ക് കളറിൽ ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്നത്. ഇപ്പോൾ ചെറിയ തൈകളായതുകൊണ്ടാണ് കളർ അത്ര അറിയാൻ പറ്റാത്തത്. പക്ഷേ നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിന് കുറച്ച് തൈകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തവർ ഡിമാൻഡ് ചെയ്തിരുന്നാൽ അടുത്ത പ്രാവശ്യം പ്ലാന്റ് എത്തുമ്പോൾ തന്നെ അറിയിക്കുന്നതാണ് കേട്ടോ. പേര് തന്നിരുന്നാൽ മതി. ഇതും ഒരു റെക്സ് ബിഗോണിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഗ്ലേസിംഗ് ഉള്ള ലീഫാണ്. ഇതിന് ചെറിയ പൂക്കളുണ്ടാവും. വൈറ്റോ പിങ്കോ നിറമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. നല്ല ഭംഗിയാണ്. പക്ഷേ പൂക്കളല്ല, ലീഫിൻ്റെ ഭംഗിയാണ് കൂടുതൽ എടുത്തറിയുന്നത്. ഇതൊരു പെപ്പറോമിയയുടെ ഒരു വെറൈറ്റിയാണ്. വെരിഗേറ്റഡ് ആണ്. നമ്മുടെ പെപ്പറോമി എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഒരു മണി പ്ലാന്റ് ലുക്കൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഓവർ വാട്ടറിങ് ആവശ്യമില്ല. വല്ലപ്പോഴും വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. പിന്നെ ടൈഗർ ക്രിപ്താന്തസിൻ്റെ കുറച്ച് തൈകളെത്തിയിട്ടുണ്ട്. ഈ കാണുന്ന സെയിം സൈസിലുള്ള വലിയ പ്ലാന്റ്സാണ് 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ചില പ്ലാന്റ്സൊക്കെ ലിമിറ്റഡ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ഏരിയയാണെന്ന് അറിയില്ല. പക്ഷെ പുതിയൊരു വെറൈറ്റിയാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട്. രണ്ടും കാണാൻ ഒരുപോലെ തോന്നുമെങ്കിലും ഇത് കുറച്ചുകൂടി ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നതുകൊണ്ടാണ് ഇതിന് പ്രത്യേക അട്രാക്ഷൻ തോന്നുന്നത്. അപ്പോൾ ആരെങ്കിലും പോണ്ടിൻ്റെ സൈഡിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ എത്തിയിട്ടുണ്ട്. ഇത് ഡ്രസീനിയുടെ തന്നെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. നല്ല ബുഷിയായിട്ടുള്ള തൈകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതൊക്കെ 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റാണ് 80 രൂപയ്ക്ക് കൊടുക്കണേ. ഈ കാണുന്നത് 70 രൂപയുടെ ഡ്രസീനിയാണ്. 60 രൂപയുടെ ഡ്രസീനിയാണ്. ഈ കാണുന്നത് 90 രൂപയാണ്. വലിയ പ്ലാന്റാണ്. ഇതൊരു ക്രീം കളറും മഞ്ഞയൊക്കെ ഷെയ്ഡ് വരുന്ന ഒരു ടൈപ്പ് ഡ്രസീനിയ പ്ലാന്റാണ്. വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് റേറ്റ് കുറച്ച് വ്യത്യാസം വരുന്നത്. ഇതൊരു ഹൈബ്രിഡ് ഇനം ഡ്രസീനിയ പ്ലാന്റാണ്. നല്ല കളർഫുള്ളാവും. ഇതിപ്പോൾ വെയിലിൻ്റെ ഇതനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല കളർഫുള്ളാവുന്ന ഡ്രസീനിയാണ്. ഇതൊരു കലേഡിയം മിനിയേച്ചർ കലേഡിയം ബട്ടർഫ്ലൈയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ്. ഇതിന് കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ കലേഡിയം ബട്ടർഫ്ലൈയുടെ ലൈറ്റ് ഗ്രീനും പിന്നെ നോർമലി കാണുന്നതും ഇപ്പോൾ കാണിച്ച വെറൈറ്റി ഇത്രയാണ് ഇപ്പോൾ സ്റ്റോക്കുള്ളത്. കലേഡിയംസൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ യൂഫോർബിയ. പലരും ഇപ്പോൾ അധികം അങ്ങനെ വളർത്താറില്ല. പക്ഷെ ഭംഗി കണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് ഡ്രസീനയുടെ നേരത്തെ കാണിച്ച വെറൈറ്റിയുടെ വേറൊരു ടൈപ്പാണ്. വ്യത്യാസമുണ്ട്. ഇതെല്ലാവരും ലീഫിൻ്റെ പാറ്റേണൊക്കെ വ്യത്യാസമുണ്ട്. പ്രത്യേക ഭംഗിയായിട്ട്. അപ്പോൾ ലീഫി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർ, ബാൽക്കണി ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ കളർഫുള്ളായിട്ടുള്ള ലീഫി പ്ലാന്റ്സ് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ഭംഗിയായിരിക്കും.
ഇതൊരു സക്യുലൻ്റ് ആണ് എന്നെഴുതി ലോ മെയിൻ്റെനൻസ് ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ചെറിയ പ്ലാന്റ്സുകളായതുകൊണ്ടാണ് ഈ കളർ വരാത്തത്. കുറച്ചുകൂടെ ബ്ലൂ കളർ കയറി വരും. ചെറുതല്ല, ഈ കാണുന്ന ഇത്രയും സൈസുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത്. 100 രൂപയാണ് കേട്ടോ ആ പ്ലാന്റ്. ഇത് നമ്മുടെ വാൻഡറിങ് ജിയോ ആണ്. വാൻഡറിങ് ജിയോൻ്റെ പുതിയൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പിങ്കും കൂടെ കയറി വരുന്നതൊക്കെ നല്ല എക്സ്പെൻസീവാണ്. 250-300 എബോ ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിപ്പോൾ വയലറ്റ് ഫ്ലവർ വരുന്നതാണ്. കോമൺ വെറൈറ്റി അല്ല, ഹൈബ്രിഡ് ഇനമാണ്. നല്ല ഭംഗിയാണ്. പുറത്തുനിന്ന് വന്നൊരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ കാട്ടിൽ കാണുന്നതും പറമ്പിൽ കാണുന്നതല്ല, കുറച്ച് വ്യത്യാസമാണ് കേട്ടോ ആ പ്ലാന്റ് കാണാൻ. നമ്മുടെ ബിഗോണിയയുടെ സെയിം കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് 80 രൂപയാണ്. വലിയ പ്ലാന്റ്സുകളാണ്. ഇത് നമ്മുടെ ഡാർക്ക് റെഡ് കളറിൽ, നമ്മൾ ബ്ലഡിൻ്റെ കളറുള്ള പൂക്കളാണ് ഈ ബിഗോണിയയിൽ വരുന്നത്. ഇതൊരു ചൈനീസ് മണി പ്ലാന്റ് ആണ്. നമ്മൾ പെപ്പറോമിയ പോലെ തോന്നും. വാട്ടർമെലൺ പെപ്പറോമിയയുടെ ഒരു രീതിയൊക്കെ തോന്നും. അവരുടെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതും ഓവർ വാട്ടറിങ് വേണ്ട, പക്ഷെ ലോ മെയിൻ്റെനൻസ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. കട്ടിങ് വെച്ച് പിടിപ്പിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കൈയുടാശം കിട്ടാത്തവർക്കൊക്കെ ഡേസി പ്ലാന്റ് ഈ ഒരു ഡബിൾ ഷെയ്ഡ് ഇപ്പോൾ ഉണ്ട്. വൈറ്റും പിങ്കും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ്. ഇതൊരു ജിഞ്ചർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിനാണ് ഭംഗി. ഒരു റെഡ് ഫ്ലവേഴ്സ് ഉണ്ടാവും ഇതിന്. അപ്പോൾ ലീഫ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മളിങ്ങനെ വരച്ച് വിട്ടതുപോലെ ഇരിക്കും. അപ്പോൾ അതിന് കുറച്ച് തൈകളുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞ ബൊക്കയും ഇല്ല, തീർന്നു പോയെന്ന് പറഞ്ഞവർക്ക് വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. പൂക്കളുള്ള പ്ലാന്റ്സ് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. വിങ്ക റോസിൻ്റെ 50യുടെ തൈകളാണ് ഇതെല്ലാം. ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ 2 കളർ ഷെയ്ഡാണ് ഉള്ളത്. ബാക്കിയെല്ലാം തീർന്നത് കൊണ്ടാണ്. അപ്പോൾ ചുവപ്പൊക്കെ ഉണ്ടായിരുന്നു. ചുവപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. സ്റ്റോക്ക് എത്തുമ്പോൾ ആദ്യം പ്രയോറിറ്റി അനുസരിച്ച് തരുന്നതാണ്. ഇതൊക്കെ ഒരു നമ്മുടെ സ്പൈഡർ പ്ലാന്റ് പോലെയൊക്കെ തോന്നും. ഇത് വെരിഗേറ്റഡ് സ്പൈഡർ പ്ലാന്റ് ആണ്, ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ്. അപ്പോൾ ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ വെരിഗേറ്റഡും ഉണ്ട്, നോർമലും ഉണ്ട്. ഇത് വെരിഗേറ്റഡ് ലീഫ് വരുന്നതാണ്, ഇത് നോർമൽ ലീഫ് വരുന്നതാണ്. അപ്പോൾ രണ്ടും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. വലിയ പ്ലാന്റ്സ് ആണ് ഉള്ളത്. നമ്മുടെ വാൻഡറിങ് ജിയോൻ്റെ കോമൺ വെറൈറ്റിയാണ്. നേരത്തെ കാണിച്ചതിൻ്റെ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇത് നമ്മുടെ ബ്ലൂ കനകാംബരം, ഇത് ഡാർക്ക് പിങ്ക് കനകാംബരം. അപ്പോൾ ഡാർക്ക് പിങ്ക് കനകാംബരത്തിൻ്റെ മുട്ടോട് കൂടിയുള്ള വലിയ പ്ലാന്റ്സുകൾ ഇപ്പോൾ ഉണ്ട്. നല്ല ഭംഗിയാണ്. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി വളർത്താൻ ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും കനകാംബരം. അപ്പോൾ കനകാംബരത്തിൻ്റെ 3 കളർ ഷെയ്ഡ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഡ്രസ്സീന പ്ലാന്റിൻ്റെ ഇപ്പോൾ കൊടുക്കാനുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതും നമ്മുടെ ഒരു ക്രിപ്റ്റാലിസിൻ്റെ വെറൈറ്റിയാണ്. ഇത് ഫ്രോഗ് ഫിഗ് എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ്. ഇത് പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കാൻ നല്ല ഭംഗിയാണ്. ഹൈബ്രിഡ് ഇനം ചെമ്പരത്തികളാണ്. ഇത് പൂ വാടിയ ഒരു ഫ്ലൂറസെൻ്റ് പിങ്ക് കളറ് ചെമ്പരത്തിയായിരുന്നു. നല്ല കളറായിരുന്നു കേട്ടോ. ഫ്ലവർ വാടിപ്പോയി. ഇന്നലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് പറ്റിയില്ല. അപ്പോൾ ഇത് വന്നിട്ട് മഞ്ഞയിൽ നടുക്ക് റെഡും പിന്നെ പിങ്കൊക്കെ വരുന്ന ഹൈബ്രിഡ് ഇനം ചെമ്പരത്തികളാണ് എത്തിയിരിക്കുന്നത്. ഇത് ബിഗോണിയയുടെ തന്നെ റെഡ് കളറിൽ വൈറ്റ് ഡോട്ട് വരുന്നതും ഇത് ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്നതാണ്. ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന ഓറഞ്ച്, പിങ്ക് വൈറ്റ് ഇത്രയുണ്ട് കേട്ടോ. നമ്മുടെ കലാത്തിയ കുട്ടന്മാരുണ്ട്, മഞ്ഞപ്പൂ എന്ന ചെടിയുണ്ട്. കലാത്തിയുടെ ഇതൊരു ഓരോന്നിലും ഓരോ പേരുകളുണ്ട്, അറിയില്ല. അപ്പോൾ നമ്മൾ ക്രിപ്താന്തസൊക്കെ 100 രൂപ 120 രൂപയാണ്. വലിയ പ്ലാന്റ്സുകളാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.